ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വിദ്യ. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന 5 ക്വാഡ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ഏത് മേഖലയിലാണോ സക്സസ് ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. 1, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്യുക ഉള്ളത് കൊണ്ട്. നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് നമ്മൾ തുടങ്ങാം. അല്ലാതെ അതിനായിട്ട് സമയവും സന്ദർഭവും വരുമ്പോൾ ആ ഒരു കാര്യം ചെയ്ത് തുടങ്ങാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഒരു കാര്യം തുടങ്ങാൻ പോണില്ല എന്നുള്ളതാണ് സത്യം. എന്താണെങ്കിലും ആ കാര്യം തുടങ്ങാനായിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടിരുന്ന ആ ഒരു കാര്യം നടക്കാതെ നീണ്ടു തന്നെ പോകും. നമ്മൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്യുക ഉള്ളത് കൊണ്ട്. 2, വിജയം പോലെ ഒന്നും വിജയിക്കില്ല. അതായത് കുറച്ച് വിജയിക്കുക, കുറച്ചും കൂടി പരിശ്രമിക്കുക, കുറച്ചും കൂടി നേടുക. ഓക്കെ, നമ്മളെപ്പോഴും വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നവരാണ് അല്ലേ? വലിയ സ്വപ്നം കണ്ടിട്ട് അതെല്ലാം ഒരുമിച്ച് നേടണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ വലിയ വിജയം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരുപാട് കുഞ്ഞു വിജയങ്ങൾ ചേർന്നാണ് വലിയൊരു വിജയം ഉണ്ടാകുന്നത് അല്ലേ? വലിയ കാര്യങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെറിയ കാര്യങ്ങളിൽ നിന്ന്, ചെറിയ വിജയങ്ങളിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ ഡെയിലി ലൈഫിൽ മാറ്റങ്ങൾ വരുത്താം, നമ്മുടെ ഡെയിലി റൂട്ടീനിൽ മാറ്റങ്ങൾ വരുത്താം. നമ്മുടെ ചിന്തകളിൽ നിന്ന് തുടങ്ങുക, നമ്മുടെ സ്വഭാവങ്ങളിൽ നിന്ന് തുടങ്ങുക. ഓക്കെ, നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് അച്ചീവ് ചെയ്തെടുക്കുക. ഓരോ കുഞ്ഞു കാര്യവും അച്ചീവ് ചെയ്യുമ്പോൾ സ്വയം പറയുക, എന്നെ കൊണ്ടത് നേടാൻ സാധിച്ചു, ഇനിയും ഞാൻ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കും, എന്നെ കൊണ്ടത് കഴിയും, ഞാൻ നേടുമെന്ന് സ്വയം പറയുക. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് തന്നെ നൽകുക. നമ്മൾ ഒരു കാര്യം ആദ്യമായി നേടിയെടുക്കുമ്പോൾ നമ്മൾ തന്നെ പറയാൻ പാടില്ല, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ ഇതൊക്കെ നേടിയതല്ലേ, ഇതൊക്കെ ചെയ്തതല്ലേ, ഇതിൽ അത്ര വലിയ അത്ഭുതമൊന്നുമില്ല എന്ന് നമ്മളോട് തന്നെ പറയാൻ പാടില്ല. നമ്മൾ ആദ്യമായി നേടിയെടുത്ത ആ ഒരു കാര്യം പോസിറ്റീവായിട്ടുള്ളൊരു മോട്ടിവേഷനായിട്ട് നമുക്ക് തന്നെ കൊടുക്കുക. നിങ്ങളെ തന്നെ അഭിനന്ദിക്കണം. നിങ്ങളുടെ തോളിൽ തട്ടി കൊടുക്കാൻ നിങ്ങൾക്ക് തന്നെ കഴിയണം. അല്ലാതെ ഇത് അവർ ചെയ്ത കാര്യമല്ലേ, അത് തന്നെയല്ലേ ഞാനും ചെയ്തിട്ടുള്ളൂ, ഇതിലെന്താണ് ഇത്ര എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു വളയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ചെറിയ നേട്ടങ്ങൾ നേടിയെടുത്താലും നമ്മൾ സന്തോഷിക്കണം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഒരു ആത്മവിശ്വാസം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. വരും ദിവസങ്ങളിൽ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്യും, നമ്മുടെ വർക്ക് ചെയ്യുന്ന ആ ഒരു ടൈം ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരും. സോ വിജയം പോലെ ഒന്നും വിജയിക്കുകയില്ല. 3, ഞാൻ ബഹുമാനിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടാനല്ല ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ എളുപ്പമാണ്. നമ്മുടെ കാര്യങ്ങളൊന്നും മാറ്റി വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മളെ ഇഷ്ടമാകും അല്ലെ? പക്ഷേ ബഹുമാനം നേടിയെടുക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളായി തന്നെ മുന്നോട്ട് പോകണം. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടണം. നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ് ആവണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കത്തുള്ളൂ. ഒരു ജോലിയും ചെയ്യാതെ മടിച്ചിരിക്കുന്ന, എല്ലായ്പ്പോഴും പരാതികൾ മാത്രം പറയുന്ന ഒരാളോട് നമുക്കൊരിക്കലും ബഹുമാനം തോന്നത്തില്ല. അതുപോലെ നിങ്ങൾക്ക് ബഹുമാനം തോന്നിയ വ്യക്തികളുടെ ലിസ്റ്റ് ഒന്ന് എഴുതുക. അവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടവരായിരിക്കും. ഒരു വ്യക്തിക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടേറിയ പാതയിലൂടെ വേണം കടന്നു പോകാൻ. ചുറ്റുമുള്ള ആൾക്കാർ അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ അതിലൊന്നും ചെന്ന് പെടാതെ സ്വയം സമയം ക്രമീകരിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത ആൾക്കാരോടാണ് നമുക്ക് ബഹുമാനം തോന്നുന്നത് അല്ലെ? സോ നിങ്ങൾ ഇതുവരെ ബഹുമാനം തോന്നിയിട്ടുള്ള വ്യക്തികളുടെ ലിസ്റ്റ് തയ്യാറാക്കുക. എന്തുകൊണ്ടാണ് അവരോട് നിങ്ങൾക്ക് ബഹുമാനം തോന്നിയത് എന്നുകൂടി എഴുതുക. സോ എല്ലാവരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്കും ഒന്ന് കണ്ണോടിച്ച് നോക്കുക. ഓക്കെ. 4, നിങ്ങളുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്തിയിട്ടില്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓടേണ്ടതായിട്ട് വരും. നിങ്ങളൊന്ന് കണ്ണടച്ച് ആഴത്തിലിരുന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും, നല്ല കഴിവുണ്ടാവും. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. നമ്മളെപ്പോഴും ഒരാളുടെ കീഴിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ കഴിവുകളും നമ്മുടെ ഐഡിയാസും അവരെടുത്ത് അത് അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലാക്കും. സോ നമ്മുടെ കഴിവുകൾ വെച്ച് നമ്മളും നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. 5, സുഖസൗകര്യങ്ങൾ പുരോഗതിയുടെ ശത്രുവാണ്.
നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടെങ്കിൽ, ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു വേദനയും സഹിക്കാതെ, ഒന്നും സാക്രിഫൈസ് ചെയ്യാതെ ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി പറ്റത്തില്ല. ശാരീരികമായും മാനസികമായും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ, നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് എന്ത് കാര്യവും ഏതൊരു കാര്യവും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ബുക്കിൽ എഴുതി വെച്ചത് കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതിനായിട്ട് നമ്മൾ എഫേർട്ട് ഇടണം. അല്ലാതെ നമ്മൾ മൊബൈലിൽ നോക്കി യൂട്യൂബിൽ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പുരോഗതി ഉണ്ടാവാൻ പോകുന്നില്ല. ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് കടക്കുക എന്നുള്ളത് ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. നമ്മൾ ഡെയിലി കുറച്ച് എഫേർട്ട് ഇടുക, നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കുറച്ചായിട്ട് എഫേർട്ട് ഇടുക. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞു, കുറേശ്ശെയായിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കാൽവെച്ചാൽ മാത്രമേ അതൊരു വലിയൊരു വിജയത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കത്തുള്ളൂ. എന്നും ചെറിയ ടാസ്കുകൾ നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. ചെറിയ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നടക്കുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. നമ്മുടെ ലക്ഷ്യത്തിനായി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ശീലം, ഒരുപക്ഷെ ഉറക്കമാവാം, അല്ലെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കുന്നതാവാം, അല്ലെങ്കിൽ മടിയാവാം, എന്തു തന്നെയാണെങ്കിലും അവയൊക്കെ നമ്മൾ വിടാതെ പിന്തുടരും. അതിനെയൊക്കെ ഏതെങ്കിലും വിധത്തിലൊക്കെ ഓവർകം ചെയ്തിട്ട് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുക. നമ്മുടെ മടിയെ മാറ്റി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഏതായാലും നടക്കത്തില്ല. നമ്മുടെ സുഖ സൗകര്യങ്ങളെ, ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ഈസിയാവും. ഇതുവരെ പറഞ്ഞ ഈ ഒരു 5 കോട്ട്സ് ഒന്നും കൂടെ ഞാൻ പറയാം. 1, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്യുക ഉള്ളത് കൊണ്ട്. 2, വിജയം പോലെ ഒന്നും വിജയിക്കുകയില്ല. 3, ഞാൻ ബഹുമാനിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടാനല്ല ആഗ്രഹിക്കുന്നത്. 4, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്തിയിട്ടില്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓടേണ്ടതായി വരും. 5, സുഖ സൗകര്യങ്ങൾ പുരോഗതിയുടെ ശത്രുവാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.